എൻ.കെ. പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൽക്കാരത്തിന് പോയതിനെ തുടർന്ന് യു.ഡി.എഫും കോൺഗ്രസും പ്രതിഷേധത്തിലായി. ബി.ജെ.പിക്കെതിരെ ഇന്ത്യയുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പോരാട്ടത്തിനൊരുങ്ങുന്ന സാഹചര്യത്തിലാണ് എൻ.കെ. പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിയുടെ സൽക്കാരത്തിന് പോയത്. ഉത്തരാഖണ്ഡിൽ ന്യൂനപക്ഷക്കാർക്കെതിരെ ഭീകരമായ ആക്രമണം നടത്തുകയും പള്ളികൾ ചുട്ടരിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് പ്രേമചന്ദ്രൻ മോദിക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും സുഖകരമായ അനുഭവമെന്ന് പ്രതികരിക്കുകയും ചെയ്തതെന്നാണ് വിമർശനം. കോൺഗ്രസിന്റെ വോട്ട് വാങ്ങി പാർലമെന്റിലെത്തിയ ആളാണ് വഞ്ചനാപരമായി ഈ പണി ചെയ്തതെന്ന് കോൺഗ്രസ് നേതാക്കളും ഇത്തരത്തിലൊരാളെ എന്തിനാണ് പിന്തുണയ്ക്കുന്നതെന്നും മുസ്ലിം ലീഗ് നേതാക്കളും ചോദിക്കുന്നു. പ്രേമചന്ദ്രന്റെ ജാഗ്രതാക്കുറവ് വലിയ ക്ഷീണമുണ്ടാക്കുമെന്നതാണ് കൊല്ലത്തെ കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ. വിഷയം പാർട്ടിയിൽ ഉന്നയിക്കുമെന്നും അവർ വ്യക്തമാക്കി. യു.ഡി.എഫ് യോഗത്തിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ലീഗ് നേതാക്കളും പറയുന്നു. ബി.ജെ.പി എംപിമാരെ കൂടാതെ എൻ.ഡി.എയെ സഹായിക്കുന്ന ബി.എസ്.പി, ബി.ജെ.ഡി എംപിമാരാണ് വിരുന്നു വന്നത്. പ്രതിപക്ഷത്തുനിന്ന് പ്രേമചന്ദ്രൻ മാത്രമാണ് പങ്കെടുത്തത്. അതിനിടെ പ്രേമചന്ദ്രന് ശക്തമായ പിന്തുണയുമായി സംഘപരിവാർ മാധ്യമങ്ങൾ രംഗത്തെത്തി. പ്രധാനമന്ത്രിയുടെ ഉച്ചഭക്ഷണ പരിപാടിയെയാണ് മാർക്സിസ്റ്റുകാർ ആക്ഷേപിക്കുന്നതെന്ന ക്യാമ്പയിനാണ് ബി.ജെ.പി നേതാക്കൾ നടത്തുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.